ചിറ്റൂർ താലൂക്കിൽ KYC മസ്റ്ററിംഗ് നടത്താത്ത റേഷൻ കാർഡ് ഉടമകൾക്കായുള്ള ക്യാമ്പ് തുടരുന്നു. ഡിസംബർ 5 വരെയാണ് മസ്റ്ററിംഗ് നടക്കുന്നത്. അന്ത്യോദയ അന്ന യോജന PHS അംഗങ്ങൾക്കുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആണ് നടക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. നെന്മാറ, എലവഞ്ചേരി, പല്ലശന, അയിലൂർ, നെല്ലിയാമ്പതി, ചിറ്റൂർ തത്തമംഗലം നഗരസഭ, പട്ടഞ്ചേരി, വടവന്നൂർ, പെരുമാട്ടി എന്നിവിടങ്ങളിലെ ഗുണഭോക്താക്കൾക്കായുള്ള മസ്റ്ററിംഗ് പൂർത്തിയായി. കൊല്ലങ്കോട്, മുതലമട, കൊടുവായൂർ, പുതുനഗരം പഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കൾക്കായുള്ള മസ്റ്ററിംഗ് ബുധനാഴ്ച കൊടുവായൂർ കമ്മ്യൂണിറ്റി ഹാളിലാണ്. കൊഴിഞ്ഞാമ്പാറ, നല്ലേപ്പിള്ളി, വടകരപ്പതി, എരുത്തേമ്പതി പഞ്ചായത്തുകളിലുള്ളവർക്ക് വ്യാഴാഴ്ച കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെത്തി മസ്റ്ററിംഗ് നടത്താം. ചിറ്റൂർ താലൂക്കിൽ 85% റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയായതായും 100% മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഗുണഭോക്താക്കൾ സഹകരിക്കണമെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ VH മുസ്തഫ പറഞ്ഞു. അതായത് നിലവിലുള്ള PHS ഉപഭോക്താക്കളും അതുപോലെ തന്നെ മഞ്ഞ കാർഡുകൾ, അത് AY ഉപഭോക്താക്കളും അന്നപൂർണ്ണ അന്നയോജന കാർഡുകളും അതിൻ്റെ ആൾക്കാർ നിർബന്ധമായി എല്ലാ അംഗങ്ങളും അവരുടെ മസ്റ്ററിംഗ് നടപടികൾ സമ്പൂർണ്ണമാക്കണം. നമ്മുടെ താലൂക്ക് ഇതുവരെയും ഒരു 85-86% മാത്രമേ ആയിട്ടുള്ളൂ. അത് 100% ആക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അതിൽ ഉൾപ്പെടാത്ത മസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഭാവിയിൽ റേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവരെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരതാമസം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ 18-ാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ അവരുടെ മസ്റ്ററിംഗ് നടപടികൾ സമ്പൂർണ്ണമായി ചെയ്ത് അവരുടെ റേഷൻ ഉറപ്പിക്കണം. അല്ലാത്ത പക്ഷം അവരുടെ റേഷൻ ഒഴിവാകാൻ മീൻസ് അവർ റേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാർ റേഷൻ വീതം നഷ്ടപ്പെടും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എത്തരുത് എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. മസ്റ്ററിംഗ് നടത്താത്ത പക്ഷം റേഷൻ നഷ്ടമാകുമെന്നും അദ്ദേഹം UTVയോട് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.